Yes, good morning everyone. Welcome to yet another Oet Writing Live airing from Tejas Academy. Yes, so let's just wait for a couple of seconds so that our viewers can join with us. Yes, good morning everyone. Yes, good morning. All right, so as usual, we people are back with yet another OET Writing Live where we are discussing the topics related to OET writing so that you people can get your highest scores with OET writing. Yes, good morning, Sneha. Welcome to the session. All right. All right. Yes, Rincy, good morning, welcome. All right, so let's just we start with our today's writing live airing from Tejas Academy, and this is Aishwarya as usual. Okay, so what I thought was I got frequent messages, a couple of messages. Yes, Jolie Joe's work is good morning and welcome. So we got some messages in our comment box where the students or the candidates are requesting us to, go with the basics of OET writing because in few of our, or in our last live class, I mean the lives that we were taking in our readers which are there for OET writing ചോദിക്കുന്ന പല പല കേസ് നോട്ട്സിൻ്റെ ഡിസ്കഷൻസ് ആയിരുന്നു നമ്മുടെ പഴയ ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ലൈവുകളിൽ നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. സോ ഐ ഗോട്ട് സം റിക്വസ്റ്റ് ഫ്രം ദ സ്റ്റുഡൻറ്റ് സൈഡ് ഓർ ദ കാൻഡിഡേറ്റ് സൈഡ് വെയർ ദേ വാണ്ടഡ് ടു സ്റ്റാർട്ട് ഫ്രം ദ ബേസിക്സ് ഓൾസോ ബിക്കോസ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഈ ഒരു OET പ്രിപ്പറേഷൻ ഇറങ്ങിയവരുണ്ട്. സോ അവർക്ക് അതിൻ്റെ ഇൻട്രൊഡക്ടറി പാർട്ട് അല്ലെങ്കിൽ കുറച്ച് ബേസിക്സ് എലമെൻറ്റ്സ് മിസ്സായി എന്ന് പറഞ്ഞിട്ടൊരു റിക്വസ്റ്റ് വന്നു. സോ ദാറ്റ്സ് why we people thought of starting from the basics also, so which will be a revision for the people those who are already got into this OET writing. Yes, Raji Sanosh, good morning and welcome everyone. So as you people can see, our OET writing live learn from the basics. So we are just going to start the OET writing session from the very basics, and we will be updating the new updations that came across with the OET writing format. OET writing formatil വന്നിട്ടുള്ള പുതിയ പുതിയ അപ്ഡേഷൻസും ഈ ഒരു ബേസിക്സ് ക്ലാസ്സുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും എടുത്തു പോകുന്നതായിരിക്കും. So with all your permission, let's just start with our OET writing class for today. Yes, good morning Thomas, welcome to the session. Okay, so what I thought was I just thought of revising the basic format of OET writing. OET writing in the basic format വെച്ചിട്ട് തന്നെ തുടങ്ങാമെന്ന് നമ്മൾ വിചാരിച്ചു. So I have put down the list. ഞാൻ ഇവിടെ ലിസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട്. So they start with the date. So every letter has to begin with a date. ഒരു ലെറ്ററിൻ്റെ ഹെഡിൽ ഒരു ടോപ്പിൽ എന്തുണ്ടായിരിക്കണം, ഒരു ഡേറ്റ് ഉണ്ടായിരിക്കണം. That is the mandatory thing that we have to commence with. അത് കഴിഞ്ഞ് the next step of the letter എന്ന് പറയുന്നത് എന്താണ്, readers name അല്ലെങ്കിൽ അഡ്രസ് എന്ന് പറയുന്ന ഭാഗമാണ്. സോ റീഡേഴ്സ് നെയിം അഡ്രസ്, അതിൻ്റെ കൂടെ തന്നെ ഈ നെയിം അഡ്രസ്സിനകത്ത് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ദ ഡെസിഗ്നേഷൻ ഓഫ് ദ റീഡർ. സോ പ്ലീസ് ഡു കീപ് ഇറ്റ് ഇൻ ദാറ്റ് മൈൻഡ്. ഓക്കെ, കീപ് ഇറ്റ് ഇൻ യുവർ മൈൻഡ് ബിക്കോസ് വെനെവർ വി ആർ റൈറ്റിംഗ് ദ ലെറ്റർ ദർ ഇസ് എ ടെൻഡൻസി ദാറ്റ് യു മേ മിസ് ദ ഡെസിഗ്നേഷൻ പാർട്ട്. നിങ്ങൾ ചിലപ്പോൾ അതിൻ്റെ ഒരു ഡെസിഗ്നേഷൻ പാർട്ട് മിസ്സാക്കാനായിട്ട് ചാൻസ് ഉണ്ട്. സോ റീഡറിൻ്റെ പേര്, ഡെസിഗ്നേഷൻ ആൻഡ് അഡ്രസ്, ഈ മൂന്ന് കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ടാവണം,
റീഡേഴ്സ് അഡ്രസ്സിൽ വന്നിട്ടുണ്ടായിരിക്കും. സോ ഡേറ്റ് ഉണ്ട്, റീഡറിൻ്റെ നെയിം, ഡെസിഗ്നേഷൻ ആൻഡ് അഡ്രസ് പാർട്ടുണ്ട്. സല്യൂട്ടേഷൻ, ദ തേർഡ് സ്റ്റെപ്പ് ഓഫ് ദ ലെറ്റർ എന്ന് പറയുന്നത് എന്താണ്? സല്യൂട്ടേഷൻസ് ആണ്. ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റെഫറൻസ്. ഫിഫ്ത്ത് സ്റ്റെപ്പ് ഇസ് ഗോണ ബി ദ ഇൻട്രൊഡക്ഷൻ. സോ ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് ഒരു OET ലെറ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ബോഡി പാരഗ്രാഫ്, ബിക്കോസ് ഇറ്റ് വേരീസ് അപ് ടു 4 to 5 പാരഗ്രാഫ്. സോ ഒരു ബോഡി പാരഗ്രാഫ് എന്ന് പറയുമ്പോൾ അത് 4 to 5 പാരഗ്രാഫ്സ് തന്നെ ബോഡി പാരഗ്രാഫ് തന്നെ വരാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. മാക്സിമം ഇറ്റ് വിൽ ഗോ ടിൽ 5 പാരഗ്രാഫ്. മാക്സിമം ഒരു ബോഡി പാരഗ്രാഫിൻ്റെ നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 5 പാരഗ്രാഫ്സ് ആണ്. നോർമലി ദാറ്റ് ഇസ് ലിമിറ്റഡ് ടു 2 to 3 പാരഗ്രാഫ്. ജനറൽ ആയിട്ട് കാണുന്ന ഒരു ടെൻഡൻസി വെച്ചിട്ട് 2 to 3 പാരഗ്രാഫ്സ് ഓഫ് ബോഡി പാരഗ്രാഫ്സ് ആണ് ഉണ്ടാവാറുള്ളത്. സോ വൺസ് വി കംപ്ലീറ്റ് ദ ബോഡി പാരഗ്രാഫ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഓർ ദ 7th സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിസ്ചാർജ് പ്ലാൻ. ആൻഡ് 8th സ്റ്റെപ്പ് ഇസ് ലൈക്ക് കൺക്ലൂഷൻ. 9th സ്റ്റെപ്പ് എന്ന് പറയുന്നത് എൻഡിങ് ക്ലോസ് ആണ്. ആൻഡ് ദ 10th സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഫുൾ ഡെസിഗ്നേഷൻ ഓഫ് ദി റൈറ്റർ. So the very first step എന്ന് പറയുന്നത് ഡേറ്റ്, സെക്കൻഡ് എന്ന് പറയുന്നത് റീഡേഴ്സ് നെയിം, ഡെസിഗ്നേഷൻ ആൻഡ് അഡ്രസ്, തേർഡ് സ്റ്റെപ്പ് പറയുന്നത് സല്യൂട്ടേഷൻ, ഫോർത്ത് സ്റ്റെപ്പ് പറയുന്നത് റെഫറൻസ്, ആൻഡ് ഫിഫ്ത്ത് സ്റ്റെപ്പ് ഇസ് ഇൻട്രൊഡക്ഷൻ, സിക്സ് സ്റ്റെപ്പ് ഇസ് ബോഡി പാരഗ്രാഫ്, then the discharge plan, then followed by the conclusion, ending close, and finally we have to wind up the letter with full designation of the writer. ആരാണോ എഴുതുന്നത് അവരുടെ full designation വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? റൈറ്റ് അപ്പ് ചെയ്യണം. So those who are watching this live right now, or those who are planning to watch it in the future as the recorded version, I request everyone to list down this first step, this 10 steps in the right order, so that you can cross check it while you are preparing your letter. നിങ്ങൾക്ക് ഈ ഒരു 10 സ്റ്റെപ്സിനകത്ത് എന്ത് ചെയ്യാൻ പാടില്ല? കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. വെനെവർ യു ആർ റൈറ്റിംഗ് എ ലെറ്റർ, ഈ പറയുന്ന ഒരു ഓർഡറിൽ തന്നെ നിങ്ങളുടെ ലെറ്ററിൻ്റെ സ്റ്റെപ്സുകൾ ഉണ്ടാകണം. ഈ 10 സ്റ്റെപ്സും ഉണ്ടാകണം എന്ന് എന്ത് ചെയ്യുക? എൻഷുർ ചെയ്യുക. സോ ഒരു ചെക്ക് ലിസ്റ്റ് പോലെ ഇതിനെ പ്രിപ്പയർ ചെയ്ത് വെക്കുക, വിച്ച് വിൽ ഹെൽപ്പ് യു വിത്ത് എ ബെറ്റർ പ്രിപ്പറേഷൻ. ബിക്കോസ് ഇഫ് യു ആർ കോംപ്രമൈസിങ് ഇൻ എനി ഓഫ് ദ സ്റ്റെപ്പ് എമംഗ് ദ ഫോമാറ്റ്, സോ ദാറ്റ് വിൽ ബി എഫക്റ്റിംഗ് യുവർ സ്കോർസ് ഓൾസോ. അത് നിങ്ങളുടെ സ്കോറിനെയും എന്ത് ചെയ്തതായിരിക്കും? എഫക്റ്റ് ചെയ്യുന്നതായിരിക്കും. Because format നമ്മൾ തെറ്റിച്ച് കഴിഞ്ഞാൽ that will affect the structure of the letter. So it is very much mandatory to proceed with all the 10 steps that I have listed down here. Yes, Deepa, good morning and welcome. Happy to see you here. Alright, so ഇനി നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഈ ഒരു ക്ലാസ്സിലും നമ്മുടെ വരുന്ന ക്ലാസ്സുകളിലുമായിട്ട് what we have planned is ഈ പറയുന്ന 10 സ്റ്റെപ്സിനെയും ഡീറ്റെയിൽഡ് ആയിട്ട് വിത്ത് ഓൾ ദ പോസിബിലിറ്റീസ് ആൻഡ് ന്യൂ അപ്ഡേഷൻസ്, പുതിയ എല്ലാം പോസിബിലിറ്റീസ് എന്തൊക്കെയാണ് ആൻഡ് അപ്ഡേഷൻസ് എന്തൊക്കെയാണ്, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് we will be dealing with this 10 steps in detail in our today's class and the classes that followed by this. Okay, alright. Yes, Linda Jacob, good morning and welcome to the session, dear. Okay, let's just start with these steps one by one. Okay, so how to write the letter head date? That is going to be the very first topic or today's topic of discussion. See, how to write the letter head date. Letter head date. So അങ്ങനെ തന്നെയാണ് ഞാൻ അതിനെ ടൈറ്റിൽ ചെയ്തിരിക്കുന്നത്. ബിക്കോസ് ലെറ്ററിൻ്റെ ഹെഡിൽ അതിൻ്റെ ടോപ്പ് പോർഷനിൽ ഒരു ഡേറ്റ് ഉണ്ടാകുക എന്നുള്ളത് മാൻഡേറ്ററി ആണ്. സോ ഹൗ ടു റൈറ്റ് ദ ലെറ്റർ ഹെഡ് ഡേറ്റ്, എങ്ങനെ വേണം ആ ഒരു ലെറ്റർ ഹെഡ് ഡേറ്റ് എഴുതാനായിട്ട്, ദാറ്റ് ഇസ് അവർ വെരി ഫസ്റ്റ് ടോപ്പിക് ഓഫ് ഡിസ്കഷൻ. Okay, so I'm going to teach you people the letterhead date format. So this is how you are supposed to write the date format എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡേറ്റ് എഴുതേണ്ട ആ ഒരു രീതി എന്ന് പറയുന്നത്, that is standard format. നമ്മൾ എന്ത് ഫോമാറ്റ് വേണം ഫോളോ ചെയ്യാനായിട്ട്? സ്റ്റാൻഡേർഡ് ഫോമാറ്റ് വേണം ഫോളോ ചെയ്യാനായിട്ട്. ദാറ്റ് ഇസ് 05 ഡേറ്റ്, ആൻഡ് അത് കഴിഞ്ഞ് എന്തുണ്ട്? ഓഗസ്റ്റ് എന്ന് പറയുന്ന ഒരു മന്ത് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് 2025 എന്ന് പറയുന്ന ഒരു ഇയർ ഉണ്ട്. സോ ഡേറ്റ്, മന്ത്, ഇയർ, DMY എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് ഫോമാറ്റിൽ വേണം whenever you are writing a letterhead date or all the date that you have to follow with this particular date format, because this is internationally accepted format. Internationally acceptance കിട്ടിയ ഒരു ഫോമാറ്റാണ് ഇത്. Okay, so I hope it is clear. ഇനി see, നമ്മുടെ ലെറ്ററിനകത്ത് yes, hi Babita, welcome. Yes, hi, how are you? Okay, all right. So standard format 05 August 2025, that is most accepted format എന്ന് നമ്മൾ എന്ത് ചെയ്യുണ്ടായി?
Yes, thank you so much. Happy to see you here and thank you for the support. All right. Yes, hi Devadarshini. Good morning. How are you? All right. ഓക്കെ സോ നമ്മൾ എന്ത് പറഞ്ഞു ഈ ഒരു സ്റ്റാൻഡേർഡ് ഫോമാറ്റിൻ്റെ കാര്യമാണ് നമ്മൾ എന്ത് ചെയ്തത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ സോ വെൻ ഇറ്റ് കംസ് ടു ദിസ് പെർട്ടിക്കുലർ സ്റ്റാൻഡേർഡ് ഫോമാറ്റ് സി വെൻ ഇറ്റ് കംസ് ടു ഒ ഇ ടി ലെറ്റർ ഒരു ഒ ഇ ടി ലെറ്റർ എടുക്കുമ്പോൾ ദർ വിൽ ബി മൾട്ടിപ്പിൾ ഡേറ്റ്സ് ദാറ്റ് വി ആർ സപ്പോസ് ടു ഫിൽ ഇൻ ഇറ്റ്. നമ്മൾക്ക് ഒരു ലെറ്ററിനകത്ത് മൾട്ടിപ്പിൾ ഡേറ്റ്സ് എന്ത് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ട്, ഫിൽ ഇൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ദ അഡ്മിഷൻ ഡേറ്റ് അല്ലെങ്കിൽ ബാക്കി വിസിറ്റ്സ് ഡേറ്റ്സ് അങ്ങനെ പല പല ഫോമാറ്റുകൾ നമ്മൾ എന്ത് ചെയ്തതായിട്ടുണ്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ടു ഫോളോ എ യൂണീക്ക് ഒരു സ്റ്റാൻഡേർഡ് ഫോമാറ്റ്. ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഫോമാറ്റ് ഫോളോ ചെയ്യുന്നതാണ് എപ്പോഴും ബെറ്റർ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഓക്കെ ഓൾറൈറ്റ്. സോ അതുകൊണ്ട് whenever you are writing a letter, whenever you are writing a date in an OET letter, try to follow the same standard format throughout the letter, which will bring a uniqueness to your presentation. നിങ്ങളുടെ ലെറ്ററിന് ഒരു യുണീക്നെസ് കൊണ്ടുവരുന്ന കാര്യം കൂടെയാണ് ഒരു സ്റ്റാൻഡേർഡ് ഫോമാറ്റ് ഫോളോ ചെയ്യുക എന്നുള്ള കാര്യം. സോ ദിസ് ഇസ് മൈ സജഷൻ ദാറ്റ് whenever you want to write something, just go for the standard format. Okay, yes Devadarshini, I'm doing good, thank you so much for asking. Okay, yes Bapita, yeah, thank you so much Bapita for your support and keep watching. Okay, all right. ഇനി നമുക്ക് ഡേറ്റ് എഴുതാൻ സാധിക്കുന്ന മറ്റ് രണ്ട് ഫോർമാറ്റ് എന്ന് പറയുന്നതാണ് ഒരു സ്ലാഷ് ഫോർമാറ്റ് ഉണ്ട് ആൻഡ് ദ ഡോട്ട് ഫോർമാറ്റ് ആസ് വെൽ. 05/08/2025 എന്ന് പറഞ്ഞ് സ്ലാഷിൽ നമ്മൾ ഡേറ്റ് ഇടാറുണ്ട് ആൻഡ് 05.08/2025 എന്ന് പറഞ്ഞ് ഒരു ഡോട്ട് ഫോർമാറ്റിലും നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, ഡേറ്റ് എഴുതാറുണ്ട്. ബട്ട് ദാറ്റ് ഈസ് കൺസിഡർഡ് ആസ് ദ ലീസ്റ്റ് പ്രിഫേർഡ് ഫോർമാറ്റ്. ഒരു ലീസ്റ്റ് പ്രിഫേർഡ് ഫോർമാറ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ബിക്കോസ് സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇന്റർനാഷണലി accepted, which will look more appealing. It will look more appealing when you are writing in a formal letter എന്നുള്ള കാര്യം കൂടെ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ശ്രദ്ധിക്കാവുന്നതാണ്. സോ ഡേറ്റ് എങ്ങനെ എഴുതണം എന്നുള്ള കാര്യം നമ്മളിപ്പോൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തു. Now we are going to proceed with which date has to be chosen. ഏത് ഡേറ്റ് വേണം നമ്മൾ ചൂസ് ചെയ്യാനായിട്ട്. ബിക്കോസ് ഇൻ an OET question paper there will be multiple dates available in it. ഒരു OETയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പല പല ഡേറ്റുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതിൽ ഏത് ഡേറ്റ് വേണം നമ്മൾ ചൂസ് ചെയ്ത് ലെറ്റർ ഹെഡ് ഡേറ്റ് ആയിട്ട് എഴുതാൻ. ബിക്കോസ് എവറി വൺ ഗെറ്റ് കൺഫ്യൂസ്ഡ്. ഏത് ഡേറ്റിൽ നമ്മൾ പോകണം, ഡിസ്ചാർജ് ഉണ്ട്, ടുമോറോസ് ഡിസ്ചാർജ് ഉണ്ട്, അഡ്മിഷൻ ഡേറ്റ് തന്നിട്ടുണ്ട്, മൾട്ടിപ്പിൾ വിസിറ്റ് ഡേറ്റ് തന്നിട്ടുണ്ട്. സോ ഇതിൽ ഏത് ഡേറ്റ് വേണം ലെറ്ററിൻ്റെ ടോപ്പിൽ എഴുതാനായിട്ട് എന്നൊരു കൺഫ്യൂഷൻ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്, എസ്പെഷ്യലി ഫോർ ദ ബിഗിനേഴ്സ്. സോ അവരുടെ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട്. സോ ഐ ഹാവ് ലിസ്റ്റഡ് ഡൗൺ ദ ഡേറ്റ് ദാറ്റ് കോമൺലി സീൻ ഡേറ്റ് ഫോർമാറ്റ് ഹിയർ ഇൻ ദിസ് ലെറ്റർ. Okay, and we are going to deal with it one by one. For example, see the very first date option that you have to search in your OET question paper or OET യുടെ question paperൽ നമ്മൾ സെർച്ച് ചെയ്യേണ്ട ഏറ്റവും ആദ്യത്തെ ഡേറ്റ് എന്ന് പറയുന്നത് whether they have provided any today's date or not. ഒരു today's date എന്ന് പറയുന്ന സംഭവം അവർ തന്നിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യം തന്നെ ചൂസ് ചെയ്യേണ്ടത്. For example, assume that today's date is 5th August 2025. Assume that today's date is 5th August 2025 എന്ന് പറയുന്നതാണ് today's date എന്ന് എന്ത് ചെയ്യാറുണ്ട്, പറയാറുണ്ട്, എന്ന് തന്നിട്ടുണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ 5th August 2025 ആണ് today's date എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടെങ്കിൽ that particular date has to be chosen as the letterhead date. ആ ഒരു ഡേറ്റ് വേണം letterhead date ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ചൂസ് ചെയ്യാനായിട്ട്. ബട്ട് ഹിയർ ദ ക്വസ്റ്റ്യൻ പേപ്പർ ഇറ്റ് ഇസ് മെൻഷൻഡ് ആസ് 5th August. പക്ഷെ നമ്മൾ 5th August എന്ത് ചെയ്യേണ്ട കാര്യമില്ല, പറയേണ്ട കാര്യമില്ല. 05 എങ്ങനെയാണോ നമ്മൾ ഡേറ്റ് ഫോർമാറ്റ് പഠിച്ചത് ആ ഒരു ഫോർമാറ്റിൽ നമ്മൾ എന്ത് ചെയ്താൽ മതിയായിരിക്കും, മെൻഷൻ ചെയ്താൽ മതിയായിരിക്കും. ഓക്കെ, 05 എന്നാണ് ഞാൻ എഴുതിയത്. അതും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. ബിക്കോസ് ഡേറ്റ് ഹാസ് ടു ബി ഇൻ 2-digit ഫോർമാറ്റ്. ഡേറ്റ് എപ്പോൾ എഴുതിയാലും അതൊരു 2-digit ഫോർമാറ്റിൽ വേണം എഴുതാനായിട്ട്. 5 August എന്നല്ല നമ്മൾ എഴുതേണ്ടത്, 05 എന്ന് പറഞ്ഞ് 0യും കൂടെ മെൻഷൻ ചെയ്ത് അതിനെ ഒരു 2-digit ഫോർമാറ്റിലാക്കിയിട്ട് വേണം ഡേറ്റ് എഴുതാനായിട്ട്. അപ്പോൾ 5th എന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നാലും യു ഹാവ് ടു ചേഞ്ച് ഇറ്റ് ഇൻ ടു 05 എന്ന് പറയുന്ന ഫോർമാറ്റിലേക്ക് മാറ്റി ആ ഒരു ടുഡേയ്സ് ഡേറ്റ് ആണ് നമ്മുടെ ലെറ്ററിൻ്റെ ടോപ്പിലായിട്ട് എഴുതേണ്ടത്. ഓക്കെ, നൗ മൂവിങ് ഓൺ ടു ദ സെക്കൻഡ് വൺ.
Suppose there is no today's date over there. Yes, okay. Today's date എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇല്ല എന്ന് വിചാരിക്കാം. ടുഡേയ്സ് ഡേറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇല്ല എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ടുഡേയ്സ് ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഡേറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ അവൈലബിൾ അല്ല, തന്നിട്ടില്ല എന്ന് വിചാരിക്കുക. സോ വാട്ട് ഇസ് ഗോയിങ് ടു ബി അവർ സെക്കൻഡ് ഓപ്ഷൻ? പിന്നെ നമ്മുടെ സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഡിസ്ചാർജ് ഡേറ്റ്. അടുത്തത് എന്താണ്? ഡിസ്ചാർജ് ഡേറ്റ് ആണ് നമ്മൾ നോക്കേണ്ടത്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്ചാർജ് ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഡേറ്റ് തന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ ആ ഡേറ്റ് വേണം ലെറ്ററിൻ്റെ ടോപ്പിൽ എഴുതാനായിട്ട്. ഓക്കെ. ആൻഡ് സപ്പോസ് ദിസ് ഇസ് ഒരു വിസിറ്റ് സിറ്റുവേഷൻ ആണ്, വേർ ദ പേഷ്യൻ്റ് ഇസ് നോട്ട് ബീങ് അഡ്മിറ്റഡ്. അവിടെ പേഷ്യൻറ്റിനെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? അഡ്മിറ്റ് ചെയ്തിട്ടില്ല, വിസിറ്റുകളായിട്ടാണ്. ഫോർ എക്സാമ്പിൾ മൺഡേയിൽ വന്നു, ആൻഡ് ആഫ്റ്റർ വെനസ്ഡേയിൽ വന്നു, പിന്നെ ഫ്രൈഡേയിൽ വന്നു, അത് കഴിഞ്ഞ് നെക്സ്റ്റ് സൺഡേയിൽ വന്നു. അങ്ങനെ പല പല ഡേകളിൽ വന്നും പോയും നിൽക്കുന്ന ഒരു പേഷ്യൻ്റാണെന്ന് വിചാരിക്കുക. ആൻഡ് ദർ ഇസ് നോ അഡ്മിഷൻ നടന്നിട്ടില്ല. അഡ്മിഷൻ നടന്നിട്ടില്ല എങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെ എന്ത് നടന്നിട്ടുണ്ടാവില്ല? ഡിസ്ചാർജും നടന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അസ്യൂം ദാറ്റ് ടുഡേയ്സ് ഡേറ്റ് ഇസ് 5th August 2025 എന്ന് പറഞ്ഞു. സോ ടുഡേയ്സ് ഡേറ്റിനെ നമ്മൾ ഫ്രണ്ടിൽ എഴുതി. അത് കഴിഞ്ഞ് നമ്മൾ വരുന്ന കാര്യമാണ് എന്തെന്ന് പറയാം? ഡിസ്ചാർജ് ഡേറ്റ് എന്ന് പറയാം. ഡിസ്ചാർജ് ഡേറ്റിനകത്ത് ആ ഡേറ്റ് വേണം നമ്മൾ എഴുതാനായിട്ട്. ഇനി ഡിസ്ചാർജ് അല്ല, പേഷ്യൻ്റ് വിസിറ്റുകളാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ വാട്ട് യു ഹാവ് ടു ചൂസസ്, നിങ്ങൾ ചൂസ് ചെയ്യേണ്ട ഫോർമാറ്റ് അല്ലെങ്കിൽ ഡേറ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് വിസിറ്റ് ഡേറ്റ് അതായിരിക്കണം. ലാസ്റ്റ് പേഷ്യൻ്റ് നമ്മളെ വിസിറ്റ് ചെയ്ത ഡേറ്റ് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? ചൂസ് ചെയ്യാനായിട്ട്. വേറൊന്നും കൊണ്ടല്ല, ആ ഒരു ലാസ്റ്റ് വിസിറ്റിലായിരിക്കും നമ്മളൊരു ഡിസിഷൻ എടുക്കുന്നത് ടു സെൻഡ് ദ പേഷ്യൻ്റ് ടു സമ്മൺ എൽസ്, വേറൊരാൾക്ക് സെൻഡ് ചെയ്യുക എന്നുള്ളൊരു ഡിസിഷൻ നമ്മൾ എപ്പോഴായിരിക്കും എടുക്കുന്നത്? ആ ഒരു ലാസ്റ്റ് വിസിറ്റിലായിരിക്കും. അപ്പോൾ ടുഡേയ്സ് ഡേറ്റ് നമ്മൾ പറഞ്ഞു, അത് കഴിഞ്ഞ് ഡിസ്ചാർജ് ഡേറ്റ് പറഞ്ഞു. ഇനി ഡിസ്ചാർജ് ഡേറ്റും ഇല്ല, വിസിറ്റുകളാണെങ്കിൽ ആ വിസിറ്റിൽ ഏത് ഡേറ്റ് വേണം ചൂസ് ചെയ്യാൻ? എമംഗ് ദോസ് വിസിറ്റ്സ് ഡേറ്റ് യു ഹാവ് ടു ഗോ വിത്ത് ലാസ്റ്റ് വിസിറ്റ് ഡേറ്റ്. ലാസ്റ്റ് വിസിറ്റ് ഡേറ്റ് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? ചൂസ് ചെയ്യാനായിട്ട്. ഓക്കെ. ഇനി ഇതുമില്ല, സോ ടുഡേയ്സ് ഡേറ്റ് ഇല്ല, ഡിസ്ചാർജ് ഡേറ്റ് ഇല്ല, ലാസ്റ്റ് വിസിറ്റ് ഡേറ്റും ഇല്ല എന്ന് വിചാരിക്കുക. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ദേ ഹാവ് പ്രൊവൈഡഡ് ദാറ്റ് ടു ഡിസ്ചാർജ് ടുമോറോ, പേഷ്യൻ്റ് നാളെയാണ് ഡിസ്ചാർജ് ആകുന്നത് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്ന് വിചാരിക്കുക. അതിനൊരു എക്സാമ്പിളും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകാതിരിക്കാൻ ഐ ഹാവ് ഓൾസോ ബ്രോട്ട് എൻ എക്സാമ്പിൾ ഹിയർ. ഇവിടെ ഒരു എക്സാമ്പിൾ നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഹിസ് ഡിസ്ചാർജ് സ്കെഡ്യൂൾഡ് ഓൺ 5th August 2025. നമ്മളോട് പറഞ്ഞു പേഷ്യൻറ്റിൻ്റെ ഡിസ്ചാർജ് സ്കെഡ്യൂൾ ചെയ്തിരിക്കുന്നത് എന്നാണ്? 5th August 2025 എന്ന് പറയുന്ന ഡേറ്റിലാണ് പേഷ്യൻറ്റിൻ്റെ ഡിസ്ചാർജ് സ്കെഡ്യൂൾ ചെയ്തിരിക്കുന്നത് എന്ന് നമ്മളോട് പറഞ്ഞു. ആൻഡ് ദർ ഇസ് അനദർ പീസ് ഓഫ് ഇൻഫർമേഷൻ, അതിൻ്റെ കൂടെ തന്നിരിക്കുന്ന മറ്റൊരു പീസ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഹീ ഈസ് ഗെറ്റിംഗ് ഡിസ്ചാർജ് ടുമോറോ. അവരെന്നാണ് ഡിസ്ചാർജ് ആകുന്നത്? നാളെയാണ് ഡിസ്ചാർജ് ആകുന്നത്. സോ പേഷ്യൻ്റ് ഡിസ്ചാർജ് ആകുന്നത് നാളെ. ഡിസ്ചാർജ് ഡേറ്റ് എന്ന് പറയുന്നത് എന്നാണ്? 5th August 2025, which means that 5th August 2025 is tomorrow's date. 5th Augustനാണ് പേഷ്യൻ്റ് ഡിസ്ചാർജ് ആകുന്നത്, ആൻഡ് ഡിസ്ചാർജ് എന്ന് പറയുന്നത് നാളെയാണ്. വിച്ച് മീൻസ് ടുമോറോസ് ഡേറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് 5th August 2025. And we are writing the letter on 04 August 2025, 4 August 2025, because if you are writing a letter, only if you are writing a letter on 4th August, ഒരു 4th Augustil ലെറ്റർ എഴുതിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നാളെയാണ് ഡിസ്ചാർജ്, 5th നാളെ എന്ന് വിളിക്കാനായിട്ട് പറ്റുള്ളൂ. സോ the moral of the story or the conclusion of this particular topic is, see, if the discharge is tomorrow, if the discharge is scheduled for tomorrow, what you have to do is you have to take a date which is prior to the discharge date. Discharge date 1 day prior. Discharge date നേക്കാളും ഒരു ദിവസം മുന്നിലത്തെ ഡേറ്റ് വെച്ചിട്ട് വേണം ലെറ്റർ എഴുതാനായിട്ട്. സോ ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. സോ ആ ഒരു പെർട്ടിക്കുലർ പോയിന്റ് എല്ലാവർക്കും ക്ലിയർ ആണോ? ഡിസ്ചാർജ് ടുമോറോ എന്നാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? യു ഹാവ് ടു ടേക്ക് എ ഡേറ്റ് വിച്ച് ഇസ് 1 day prior. ഒരു ദിവസം മുന്നിലത്തെ ഡേറ്റ് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? എടുക്കാനായിട്ട്. ടുമോറോസ് ഡേറ്റ്, സി ലിൻഡ, ഇതാണ് ഹിസ് ഡിസ്ചാർജ് ഇസ് സ്കെഡ്യൂൾഡ് ഓൺ 5th August. ഡിസ്ചാർജ് എന്നാണ് സ്കെഡ്യൂൾ ചെയ്തിരിക്കുന്നത്? 5th ആൻഡ് ഡിസ്ചാർജ് എന്നാണ്? നാളെയാണ്. ഡിസ്ചാർജ് ഇസ് ടുമോറോ ആൻഡ് ഡിസ്ചാർജ് ഡേറ്റ്, സ്കെഡ്യൂൾഡ് ഡേറ്റ് ഇസ് 5th August. ഓക്കെ, അത്രയും ക്ലിയർ ആയോ? അപ്പോൾ 5th August എന്ന് പറയുന്നതാണ് നാളത്തെ ഡേറ്റ്. സോ നാളത്തെ ഡേറ്റ് 5th ആണെങ്കിൽ ഇന്നത്തെ ഡേറ്റ് എന്തായിരിക്കും? ദാറ്റ് ഇസ് 4th.
സോ 4th ലെറ്റർ എഴുതിയാലേ 5th ഓഗസ്റ്റിനെ നാളെ എന്ന് പറഞ്ഞ് നമുക്ക് ഡിസ്ചാർജ് ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഡിസ്ചാർജ് ടുമോറോ എന്ന് പറഞ്ഞൊരു ഡേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റിനേക്കാളും 1 ഡേ പ്രയർ, ഒരു ദിവസം മുന്നിലത്തെ ഡേറ്റ് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, എടുക്കാനായിട്ട്. ലിൻഡ, ഈസ് ദറ്റ് ക്ലിയർ ടു യു? ഇപ്പോൾ ക്ലിയർ ആയോ? Not only to Linda, I mean to everyone who's listening to the live right now. Is it clear? Yes. All right. Okay, yeah. Thank you so much. You're welcome, dear. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ടുഡേയ്സ് ഡേറ്റ് പറഞ്ഞു, ഡിസ്ചാർജ് ഡേറ്റ് പറഞ്ഞു, ലാസ്റ്റ് വിസിറ്റ് ഡേറ്റ് പറഞ്ഞു, പിന്നെ എന്താണ് ഡിസ്ചാർജ് ടുമോറോ ആണെങ്കിലുള്ള 4th ഓപ്ഷനെ പറ്റിയും പറഞ്ഞു. ഓക്കെ, ഇനി ഇതൊന്നുമില്ല, ആകെ ലെറ്ററിൽ അഡ്മിഷൻ ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഡേറ്റ് മാത്രമേ ഉണ്ടെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ, ദ പേഷ്യൻറ്റ് വെൻറ്റ് ഫോർ എ കാറ്ററാക്ട് സർജറി ആൻഡ് വിതിൻ a half an hour he or she will be done with the cataract surgery, and after a couple of minutes, a couple of hours of observation, the patient can leave the hospital on the same day itself. So cataract surgeryക്ക് പോകുന്ന ഒരു പേഷ്യൻ്റ് കുറച്ച് നേരത്തെ ഒരു ഒബ്സർവേഷന് ശേഷം ആ ദിവസം തന്നെ പേഷ്യൻറ്റിന് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഹോസ്പിറ്റൽ ലീവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു അഡ്മിഷൻ ഡേറ്റ് മാത്രമേ, only the admission date will be provided there in the question paper. So if there is only admission date provided there, you have to go with 5th August. ഓക്കെ, സോ ടുഡേയ്സ് ഡേറ്റ് ഉണ്ട്, രണ്ടാമത്തത് എന്താണ് ഡിസ്ചാർജ് ഡേറ്റ് ഉണ്ട്, മൂന്നാമത്തത് എന്താണ് ലാസ്റ്റ് വിസിറ്റ് ഡേറ്റ് ഉണ്ട്, നാലാമത്തത് ഡിസ്ചാർജ് ടുമോറോ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, ആൻഡ് അഞ്ചാമത്തതായിട്ട് 5th ഓഗസ്റ്റ് അഡ്മിഷൻ ഡേറ്റ് എന്ന് പറയുന്നൊരു ഡേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ യു ക്യാൻ പ്രൊസീഡ് വിത്ത് ദ സെയിം അഡ്മിഷൻ ഡേറ്റ്. ഏത് ഡേറ്റിൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാവുന്നതാണ്? സെയിം അഡ്മിഷൻ ഡേറ്റ് വെച്ച് തന്നെ ലെറ്ററിൻ്റെ ടോപ്പിൽ എഴുതാവുന്നതാണ്. ഓക്കെ, ഓൾറൈറ്റ്. ഇനി അനദർ വേ ഓഫ് ഡേറ്റ് പ്രസൻറ്റേഷൻ. ഫോർ എക്സാമ്പിൾ, suppose you guys imagine that in the question paper they have told you the patient got admission on 1st August. patient എന്നാണ് അഡ്മിറ്റഡ് ആയിരിക്കുന്നത്? 1st ഓഗസ്റ്റിലാണ് അഡ്മിറ്റ് ആയിരിക്കുന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു day 1 the patient has day 1 the patient had underwent some investigation. Day 2 we scheduled the surgery for the patient. നമ്മൾ എന്ത് ചെയ്തു? പേഷ്യൻറ്റിന് ഒരു സർജറി സ്കെഡ്യൂൾ ചെയ്തു. ആൻഡ് day 3 കേസിൽ നമ്മൾ എന്ത് ചെയ്തു? പേഷ്യൻറ്റിനെ സർജറി നടത്തി. day 4 വി ഷിഫ്റ്റഡ് ദ പേഷ്യൻറ്റ് ടു ദി നോർമൽ വാർഡ്. പേഷ്യൻറ്റിനെ നമ്മൾ എങ്ങോട്ടേക്ക് മാറ്റി? നോർമൽ വാർഡിലേക്ക് മാറ്റി. ഇത്രയും കാര്യങ്ങളാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ ആകെ ഏത് ഡേറ്റ് മാത്രമേ തന്നിട്ടുള്ളൂ? അഡ്മിഷൻ ഡേറ്റ് ഉണ്ട്, ദാറ്റ് ഈസ് 1st ഓഗസ്റ്റ് എന്ന് പറയുന്നുണ്ട്. അഡ്മിഷൻ ഡേറ്റ് എന്നാണ് 1st ഓഗസ്റ്റ് എന്ന് പറയുന്ന കാര്യം മാത്രമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓൾറൈറ്റ്, സോ 1st ഓഗസ്റ്റ് എന്ന് പറയുന്നൊരു ഡേറ്റ് മാത്രമാണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ അങ്ങനത്തെ 1st ഓഗസ്റ്റ് എന്ന് പറയുന്നൊരു ഡേറ്റ് തന്നു. പിന്നെ പറഞ്ഞു day 1 ഇങ്ങനെ ചെയ്തു, day 2 സർജറി സ്കെഡ്യൂൾ ചെയ്തു, day 3 സർജറി നടത്തി, day 4 നമ്മൾ ഷിഫ്റ്റ് ചെയ്തു. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? യു ഹാവ് ടു കാൽക്കുലേറ്റ് ഫ്രം അഡ്മിഷൻ ഡേറ്റ്. അഡ്മിഷൻ ഡേറ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തെടുക്കണം? ഒരു ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് വേണം എടുക്കാൻ. അപ്പോൾ ടുഡേയ്സ് ഡേറ്റ് ഉണ്ട്, ഡിസ്ചാർജ് ഡേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ, ടുഡേയ്സ് ഡേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അത് മാത്രം എഴുതുക. ടുഡേയ്സ് ഡേറ്റ് തന്നിട്ടില്ല എങ്കിൽ, ഡിസ്ചാർജ് ഡേറ്റ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ ഗോ വിത്ത് ദി ഡിസ്ചാർജ് ഡേറ്റ്. ഏത് ഡേറ്റ് വേണം ചൂസ് ചെയ്യാനായിട്ട്? ഡിസ്ചാർജ് ഡേറ്റ് വേണം ചൂസ് ചെയ്യാനായിട്ട്. ഈ ഡിസ്ചാർജ് അല്ല, മറിച്ച് പേഷ്യൻറ്റിന് വിസിറ്റ്സുകളാണെങ്കിൽ യു ഹാവ് ടു ഗോ വിത്ത് ദ ലാസ്റ്റ് വിസിറ്റ്. ഏത് ഡേറ്റ് വേണം പോകാനായിട്ട്? ലാസ്റ്റ് വിസിറ്റ് ഡേറ്റ് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? ചൂസ് ചെയ്യാനായിട്ട്. ഇനി ഡിസ്ചാർജ് നാളെയാണ് എങ്കിൽ ഒരു ദിവസം മുന്നിലത്തെ ഡേറ്റ് വേണം നമ്മൾ ലെറ്റർ ഹെഡ് ഡേറ്റ് ആയിട്ട് എഴുതാനായിട്ട്. ഇനി അഡ്മിഷൻ ഡേറ്റ് മാത്രമേ തന്നിട്ടുള്ളൂ ആൻഡ് ദ ഹോൾ ഈവൻറ്റ് ഹാപ്പൻഡ് ഓൺ ദ സെയിം ഡേ ഇറ്റ്സെൽഫ്. എല്ലാ കാര്യങ്ങളും ആ ഒരു സെയിം ഡേയിൽ തന്നെ നടന്നിട്ടുണ്ട് എങ്കിൽ നമ്മൾ ഏത് ഡേറ്റ് എടുക്കണം? അഡ്മിഷൻ ഡേറ്റ് എടുക്കണം. ഈ day 6 എന്ന് പറയുന്നത്, അതായത് പോയിന്റ് നമ്പർ 6 എന്ന് പറയുന്നത്, വേർ ദ പേഷ്യൻറ്റിന് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? So what happened with the patient is, see,
അഡ്മിഷൻ ഡേറ്റ് തന്നു, പിന്നെ നമ്മളോട് പറഞ്ഞു ഡേ 1 ഇങ്ങനെ പറ്റി, ഡേ 2 ഇങ്ങനെ പറ്റി, ഡേ 3 ഇങ്ങനെ പറ്റി. സോ അഡ്മിഷൻ ഡേറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. ഫോർ എക്സാമ്പിൾ അഡ്മിഷൻ ഡേറ്റ് ഡേ 1 ഓഗസ്റ്റ് 1 ആണ്. സോ ഡേ 1 എന്തായി, ഓഗസ്റ്റ് 1 ആയി. ഡേ 2 എന്ന് പറയുമ്പോൾ എന്തായി, എന്താണ് 2 ഓഗസ്റ്റ് ആയി. ഡേ 3 എന്ന് പറയുമ്പോഴത്തേക്കിനും 3 ഓഗസ്റ്റ് ആയി. അപ്പോൾ ഡേ 6 പേഷ്യൻ്റ് അഡ്മിറ്റഡ് ഡിസ്ചാർജ് ആകുന്നത് എന്ന് പറയുമ്പോൾ 6 ഓഗസ്റ്റിന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചു. എന്നിട്ട് ആ 6 ഓഗസ്റ്റ് വേണം നമ്മൾ എവിടെ എഴുതാനായിട്ട്, ലെറ്റർ ഹെഡിൻ്റെ ഡേറ്റ് ആയിട്ട് എഴുതാനായിട്ട്. സോ ദീസ് ആർ ദ 6 പോസിബിലിറ്റീസ് ഓഫ് ഡേറ്റ് ദാറ്റ് ദേ ഹാവ് പ്രൊവൈഡഡ് ദാറ്റ് ദേ മേ പ്രൊവൈഡ് ഇൻ യുവർ OET ക്വസ്റ്റ്യൻ പേപ്പർ. നിങ്ങളുടെ OETയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരാൻ ചാൻസ് ഉള്ള 6 പോസിബിലിറ്റീസ് ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി ദ ലാസ്റ്റ് പോയിന്റ് ഓഫ് ഡിസ്കഷൻ എന്ന് പറയുന്നത്, ഇഫ് നോ ഡേറ്റ് ഇസ് പ്രൊവൈഡഡ് ഇൻ ദ ക്വസ്റ്റ്യൻ പേപ്പർ, ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഒരു തരത്തിലുള്ള ഡേറ്റും എന്ത് ചെയ്തിട്ടില്ല, പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഏത് ഡേറ്റ് വേണം പോകാനായിട്ട്, എക്സാം ഡേറ്റ് വേണം പോകാനായിട്ട്. ഓക്കെ, ഒരു ഡേറ്റും പോയിട്ടില്ല എങ്കിൽ വാട്ട് യു ഹാവ് ടു ഡു, യു ഹാവ് ടു പ്രൊസീഡ് വിത്ത് ദി എക്സാം ഡേറ്റ്. എന്നാണോ നിങ്ങൾ ഡേറ്റ് ലെറ്ററിൽ എക്സാം എഴുതുന്ന ആ ഒരു ദിവസത്തെ ഡേറ്റ് വെച്ച് നിങ്ങൾക്ക് ലെറ്റർ എഴുതാവുന്നതാണ്. വിച്ച് മീൻസ് വിത്തൗട്ട് എ ഡേറ്റ് യു ആർ നോട്ട് സപ്പോസ് ടു റൈറ്റ് OET ലെറ്റർ. ഒരു ഡേറ്റ് ഇല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു OET ലെറ്റർ എഴുതാനായിട്ട് പാടില്ല. ബിക്കോസ് ഡേറ്റ് ഇസ് ദാറ്റ് മച്ച് മാൻഡേറ്ററി when it comes to the format of the OET letter writing. Okay, so I hope it is clear. Is there any questions related to our topic of discussion of today's live? If it is there, you can ping me in the comment box. Comment box il ninge message ayikavunnathana. Is there any doubt related to the topic that we have discussed today? Yes. Is it clear to you guys? Clear enough, especially for the beginners? Yes, well done. Thank you so much. And that is going to be the end of our today's discussion. അതായിരിക്കും നമ്മുടെ ലൈവിൻ്റെ ഒരു എൻഡ് എന്ന് പറയുക. ആൻഡ് ഇൻ അവർ അപ്കമിങ് ലൈവ് വി വിൽ ബി ഡീലിംഗ് വിത്ത് ദ റെസ്റ്റ് ഓഫ് ദി ഫോമാറ്റ്. സോ ഇനി നമ്മുടെ വരാൻ പോകുന്ന OET ലൈവ് ക്ലാസ്സുകളിൽ ദാറ്റ് ഇസ് ഗോയിങ് ടു ബി എയർഡ് ഓൺ എവറി ട്യൂസ്ഡേ അറ്റ് 10:30. 10:30 അല്ലെങ്കിൽ 10:15 നമ്മൾ എയർ ചെയ്യുന്ന നമ്മുടെ OET റൈറ്റിംഗ് ലൈവിൻ്റെ അപ്കമിങ് ക്ലാസ്സുകളിൽ വി വിൽ ബി ഡിസ്കസിങ് ദ റെസ്റ്റ് ഓഫ് ദ ലെറ്റർ ഫോമാറ്റ്. ലെറ്ററിൻ്റെ ബാക്കിയുള്ള ഫോമാറ്റുകൾ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, ഡിസ്കസ് ചെയ്തതായിരിക്കും. സോ ടുഡേ വി ഹാവ് കവേർഡ് ദ ഡേറ്റ് പാർട്ട്. സോ ഇൻ അവർ കമ്മിങ് സെഷൻ വി ആർ ഗോയിങ് ടു ഡീൽ വിത്ത് ദി റെസ്റ്റ് ഓഫ് ദ ടോപ്പിക്. Okay, so that is going to be the end of our today's live session. So thank you so much everyone for being here with me for the past couple of days, and thank you. So thank you everyone. So thank you for being here with me for the last 30 minutes. Thank you everyone, and all the very best.